പ്രകാശിന്റെ മേരിയ വസുനയ്ക്കും ഇന്നത്തെ അടിച്ചുപൊളി പാട്ടിനും പിന്നെ ഈ 5 സ്റ്റാർ പാർട്ടിക്കും ഹം ദിൽ ദേ ചുക്കെ അപ്പഴേ സാറേ കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് നേരം വൈകിയ ഞാൻ അങ്ങ് പോകും. അയ്യോ ഇത് കള്ളല്ല മാഡം, ദിസ് ഈസ് ഇമ്പോർട്ടഡ് ബിയർ ഫ്രം ഹോളണ്ട്. കഴിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിനെ കള്ളെന്ന് വിശേഷിപ്പിച്ചേ ഉള്ളൂ. നമ്മളെ വിട്ടേക്ക് മാഷേ. ഓയ് ഐ ഡോണ്ട് തിങ്ക് സോ. ഹായ് സോന. ഹായ്. സോന മാത്രമേ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാതെ ഉള്ളൂ. ആണോ? ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സി, എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ. യു നോ, മൈ പേരൻസ് ആർ ഇൻ ദ സ്റ്റേറ്റ്സ്. ഇവിടെ നാട്ടിൽ വന്നേ പിന്നെയാണ് എനിക്കിങ്ങനെ ഒരു ക്രേസ്. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത്. വെൽ, സോനയും നന്നായി പാടുന്നുണ്ടല്ലോ. എന്നെപ്പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ? പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കാൻ ഞാൻ എന്ന് വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സാധകം ചെയ്യും. 10 years? My goodness. You have a very sweet voice. ആരാ ഗുരു? ചെമ്പൈ വൈദ്യനാഥ ഭാഗവത്. ആഹാ. How sweet. How sweet you are. പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും തിരക്കേടില്ല അല്ലേ? ഇത് പറയാനാണോ ഈ വിളിച്ചത്? ഛേ, അല്ലടാ, ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ. അതെന്താ മറന്നു ഞാൻ ആലോചിക്കുന്നത്. നീ കാര്യം പറ. മൂപ്പിലാൻ സ്റ്റേറ്റ്സിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും? അല്ല, എനിക്കൊരു സംശയം. എന്താ കാര്യം? പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ? പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു. അതിന് ലക്ഷണം എന്തോടാ? അതിന്റെ പേരിലടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര്. ആ, അത് തന്നെ. പ്രകാശൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി. അവൻ പറയാ ഹൗ സ്വീറ്റ് യു ആർ. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം തീർച്ചയായും, അവൻ സ്റ്റേറ്റ്സിലല്ല ജനിച്ചു വളർന്നു. വല്ല ഉഗാണ്ടയിലോ നിക്കരാഗോലോ ആയിരിക്കും. അല്ല, നീ എന്തോ വലിയ തമാശ പറയാനുണ്ടോ പറഞ്ഞിട്ട്? ഇത് തന്നെ തമാശ. ഇതായിരുന്ന തമാശ. കിടന്നുറങ്ങടാ മരുമാക്രി. ഗുഡ് നൈറ്റ്. എന്റെ മക്കളെ, എന്റെ മക്കളെ, കൈകൾ കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക, എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. ദാ ഇങ്ങനെ. എന്റെ മക്കളെ, എന്റെ മക്കളെ, എന്റെ മക്കളെ, പൊക്കിൽ കൊടിയുടെ വേരറുത്ത്, പൊക്കിൽ കൊടിയുടെ വേരറുത്ത് ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി. നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക്, നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക്, നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച്, എന്റെ മാതൃത്വത്തിന്റെ മധുരം വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. ഇവിടെ അല്ല, അവിടെ. തോൽവികളേറ്റുവാങ്ങാനാണ് നിന്റെ ജന്മം. കണ്ണുനീർ കൊണ്ട് ഒന്നുകൂടി പറയൂ ഗേൾസ്. ഹലോ, കുടിക്കാനൊന്നുമില്ല, പെപ്സി കോള വലിക്കാനും കിട്ടിയില്ല. എന്ത് നേരമായി പറഞ്ഞിട്ട്. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ, അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. അജി, സാറിന് കുടിക്കാൻ സിഗരറ്റും. 555 വേണം. സാറിന്റെ ബ്രാൻഡ് ഏതാ? ചിക്കിലുണ്ടോ കയ്യിൽ 555? ഇന്നലെ തന്നെ തീർന്നോ? അത് ഇന്നലെ തന്നെ ടാക്സി കൊടുത്തില്ലേ? വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. വർഷം ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ആ ബുജി ഭയങ്കര എക്സ്പെൻസീവാ. കാറിലെ വരൂ, 555 വലിക്കൂ. എന്തൊക്കെയാ ബുജിയുടെ ഡിമാൻഡ്? ബജി? ബജിയല്ല, ബുജി, ബുദ്ധിജീവി. അയാൾക്ക് ഒരു ദിവസം 1500 രൂപ ചെലവാ. ഞങ്ങൾ നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല. ഒരു 500 രൂപ ഒന്ന് സഹായിക്കണം. കടമായിട്ട് മതി, തിരിച്ചു തന്നേക്കാം. രൂപ തരാം, പക്ഷേ തിരിച്ചു തരൂല്ലോ അല്ലേ? ആരും എന്റെ വാങ്ങിച്ചാ തിരിച്ചു തരാറില്ല, അതുകൊണ്ടാ. ഞങ്ങൾ തരും, ഉറപ്പാ. പ്രിൻസിപ്പാള് ഫണ്ട് അനുവദിച്ചാ അപ്പ തരും. ആ, താങ്ക് യു. അതാവൾ. അങ്ങനെയല്ല, അതാവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കൈ ചൂണ്ടണം. അതാവൾ, അന്യയാണവൾ, അബലയാണവൾ, പരിത്യക്തയാണവൾ, കാലത്തിന്റെ ഇടനാഴിയിൽ കാലിടറി വീഴാൻ വിധിക്കപ്പെട്ടവൾ. തളർന്നു വീണ വഴിയിൽ ആരാണിവളെ അന്യയാക്കിയത്? എവിടെയാണ് ഇവൾക്കൊരു മോചനമാർഗം? എവിടെ ആ പകൽമാന്യം? എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ? നമുക്ക്
നമുക്ക് പോകാം. ഓഹോയ്, 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 കണ്ണും കണ്ണും കൊള്ളയടിത്താൽ കാതൽ என்று அர்த்தம் அஜிங்கி சக்க ஜிங்கி சக்க ஜிங்கி சக்க பூவை வண்டு கொள்ளையடித்தால் மோகம் என்று அர்த்தம் அஜிங்கி சக்க ஜிங்கி சக்க யார் நீங்க என்ன வேணும் தமிழ்த்தியா? பின்ன நான் என்ன நேபாளியா? தமிழே தான். கொஞ்சம் தண்ணி வேணும். தண்ணி குடுக்கறதுக்கு நான் என்ன மினரல் வாட்டர் கடையா நடத்திட்டு இருக்கேன்? ஐயோ போன் பண்ணி அடிக்குது. கோ அவுட் மேன். டெலிபோன் பண்ணி போல் சிரிப்பா வள்ளியவனா? ஹலோ யா, இங்க மோனும் இல்ல போனும் இல்ல, நான் தே இருக்கிறேன். சன்னா சன்னு இன்னி வரலிங்க டாக்டர்மா. அவங்க வந்தா நானே காப்பி போட்டு கொடுத்துட்றேன். சரிங்க டாக்டர்மா, வச்சிட்டுங்களா? சரிங்க. மெல்போர்ன் மணிப்பலா. ஐயோ, அந்த தண்ணி கட்ட பையன் தான் சன்னா இருப்பான் போல் இருக்கு. தெரியாதனமா திட்டிவிட்டேன். அட சன்னா! ஐயோ, அந்த பையனை காணுமே. ஹலோ தம்பி, பிரதர். சாரிங்க, நீங்க இல்லைங்க. சாரிங்க. இந்த பையன் அந்த பையன் இல்ல. அப்ப வந்த பையன் எந்த பையன்? டோட்டலி ஐ அம் கன்ஃபியூஸ்ட். ஹூ இஸ் தி பிளாக் ஷீப்? லட்ச ரூபா கொடுத்தாலும் இந்த வீட்டுக்குள்ள நான் தனியா இருக்க மாட்டேன். Oh Jesus, bless us our Lord, and this thy gift, which we are going to receive from thy bounty, through Christ. Amen. நீங்க ரெண்டு பேரும் ஆறு. அந்த பையன் தானே இந்த பையன். அப்ப இந்த பொண்ணாரு? മകളെ, என்னங்க നിന്നെ ഇതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. നീ എന്താണ് പരവശയായിരിക്കുന്നത്? நான் பரதேசி இல்லங்க, இந்த வீட்டுக்கு வேலைக்கு வந்திருக்கறங்க. ഞങ്ങളുടെ അനുവാദമില്ലാതെയാണ് നീ ഞങ്ങളുടെ ഭവനത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഞങ്ങളത് ക്ഷമിച്ചിരിക്കുന്നു. കാരണം പ്രേതങ്ങൾ പണ്ടേ ക്ഷമാശീലമുള്ളവരാണ്. പ്രേതമാ? പ്രേതംனா തമിഴ്ல ആവിதானே? ഇന്ന് ഓഗസ്റ്റ് 13 വെള്ളിയാഴ്ച. എല്ലാ വർഷവും ഇതേ ദിവസം കൃത്യം 4:37 ഞങ്ങൾ ഓംലെറ്റ് കഴിക്കാൻ ഇവിടെ വരും. 20 വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലെ ഒരു ഓംലെറ്റിൽ വിഷം കലർത്തി അത് കൃത്യം 2 കഷ്ണങ്ങളാക്കി മുറിച്ച് അത് കഴിച്ചാണല്ലോ ഇതേ ദിവസം ഇതേ സമയം ഞങ്ങൾ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായില്ലേ മകളെ? ആത്മഹത്യക്ക് തമിഴിൽ എന്താ പറയാ? ഞങ്ങൾ മലയാളി പ്രേതങ്ങളാണല്ലോ. തമിഴ്ல தற்கொலைன்னு சொல்லுவாங்க, ഇംഗ്ലീഷിல സൂയിസൈഡ്னு சொல்லுவாங்க. വെരി ഗുഡ്. അതെ ഫോൺ അടിക്കുന്നുங்க. മകൾക്കായിരിക്കും. പ്രേതങ്ങൾക്ക് സാധാരണ ഫോൺ വരാറില്ലല്ലോ. ഇല്ലല്ലോ. ஆபீசர், நான் போய் போன் எடுக்கட்டுங்களா? ഓക്കേ, എടുക്കൂ. சரிங்க. ஹலோ, தெரியலங்கம்மா. ஆனா இங்க ரெண்டு ஆவிங்க தான் வந்து உட்கார்ந்துட்டு இருக்குது. அது காஸ்ட் அது ரெண்டு இங்க உட்கார்ந்து ஆம்லேட் சாப்பிட்டுட்டு இருக்குது. அம்மா, நான் சினிமால தான் ஆவி எல்லாம் பாத்திருக்கேன். ஆனா நான் நெசமாலுமே இந்த வீட்ல தான் ஆவி பாக்குறேன். ഹലോ, ആ മമ്മി എവിയാ? പുതിയ വേലക്കാരി സൂപ്പർ സാധനല്ലേ? സോനയുടെ കൂടെ. ശരി, ഓക്കെ, റൈറ്റ്. அப்படி போட அருவாள. ரெண்டு பேரும் சேர்ந்து என்ன ஏமாத்துறீங்களா? ஆனா நான் ஒண்ணும் பயப்படல. எப்படி என் நடிப்பு? How is it? சூப்பர். Thank you. சரி, இந்த வீட்ல ஒரே பையன் தானே அம்மா சொல்லிருக்காங்க. ஆனா பாப்பா பாக்குறதுக்கு புதுசா இருக்கு. யார் அது? കണ്ടിട്ട് ആരാട്ടാ തോന്നണേ? லவ்ஸ் நினைக்கிறேன். நம்ம பார்ட்டியா? ரெண்டு பேரும் அப்படியே சேர்ந்து நில்லுங்க பார்க்கலாம். சூப்பர்மா. உங்க ரெண்டு பேரையும் பாக்குறதுக்கு எம்ஜிஆர் சரோஜா தேவி மாதிரி, கமலஹாசன் ஸ்ரீதேவி மாதிரி பொருத்தமா இருக்கு. சரி, எப்ப கல்யாணம்? അയ്യോ, ഇത് ലവും കാതലൊന്നും അല്ല. ഷീ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് സോന. അടുത്ത വീട്ടിലെ. அடுத்த வீடா? அப்படி பாரு. அடுத்த வீட்டு பொண்ணு நமக்கு நினைச்சவன், பேப்பர் அடிக்கிட்டு ராக்கெட் விட்டவன், கண்ணால பார்த்து சைட் அடிச்சவன். லவுட் ஆவுறீங்க, லவுட். ரெண்டு பேரும் போய் உட்காருங்க, காபி போட்டு கொண்டு வரேன். ഓക്കേ. ഈ കേസ് കൊള്ളാമല്ലോടാ. വേഗമാ. അവിടെ പോയി നിൽക്കാം. ചേട്ടാ ഒന്ന് നിന്നോട്ടെ. അയ്യോ, ഫുള്ളായി. നീ ഒരൊറ്റ ഒരുത്തം കാരണം എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു നേരത്തെ ഇറങ്ങുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ചെയ്യാ? നേരെ അങ്കിൾസിൽ പോയി ഓരോ ഐസ്ക്രീം അടിച്ച് ഒന്ന് കറങ്ങി വെച്ച് വീട്ടിലേക്ക് പോവാ. നീ ഒറ്റയ്ക്ക് ഇറങ്ങിയാ മതി. എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടുമോ നോക്കട്ടെ. ഞാൻ ഇനി പടം കണ്ടിട്ടേ ഉള്ളൂ. അത്രയ്ക്ക് നിർബന്ധ? അതെ. എങ്കിൽ നീ ഇവിടെ ബ്ലാക്കിൽ കിട്ടുമെന്ന് ഞാനൊന്ന് തപ്പട്ടെ.
ഹായ് ഹായ് സഞ്ജു, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയോ? ഞങ്ങൾ വന്നപ്പോഴേക്കും ഫുള്ളായി. അയ്യോ ഇനിയിപ്പോ എന്താ ചെയ്യാ? ബ്ലാക്കിൽ കിട്ടുമോ നോക്കാൻ പോയിരിക്കേ എബി. എനിവേ വിട്ടോളൂ. ക്യാരി ഓൺ. ഞാൻ വേണേ സാക്രിഫൈസ് ചെയ്യാം. ഈ ടിക്കറ്റിന് സോനയ്ക്ക് കൊടുത്തു. ഇതൊരു ചാൻസ് അല്ലടാ. അവള് വരുവോ? അത് നിന്റെ മിടുക്ക്. അപ്പൊ എബി? സാരമില്ല, അവനെ ഞാൻ മാനേജ് ചെയ്തോളാം. നീ ചെല്ലടാ. എന്താ കേറിയില്ലേ? പടം തുടങ്ങും. അത് പിന്നെ സഞ്ജു കണ്ടതാ പടം. ഞാൻ വിളിച്ചപ്പോ വന്നേ ഉള്ളൂ. സോന വേണമെങ്കിൽ അവന്റെ ടിക്കറ്റ് കേറിക്കോളൂ. അപ്പൊ പ്രകാശ്? അല്ല എന്റെ ടിക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ഒരുമിച്ച് കയറാം അല്ലേ? ആ. ഒരു മിനിറ്റ്, ഞാൻ അവനൊന്ന് നോക്കട്ടെ. എബിയെ, അവൻ കാരണം ടിക്കറ്റ് കിട്ടാതെ പോയത്. ഇനി അവൻ തിരിച്ചു പോയിക്കോട്ടെ, അതാ നല്ലത്. ഞാൻ പറഞ്ഞില്ലടാ നിന്നോട് അവക്ക് ചെറിയൊരു സൈഡ് വലി ഉണ്ടെന്ന്. അല്ല ഞാൻ നിക്കണോ അതോ വിട്ടോട്ടെ? നിക്കേ, എബി വന്നിട്ട് പോവാം. ഒരു രക്ഷയില്ല, ബ്ലാക്കും ഇല്ല വൈറ്റും ഇല്ല. വാ നമുക്ക് പോവാം. ഞാനില്ലാന്ന് പറഞ്ഞില്ലേ? പടം കാണാൻ തീരുമാനിച്ച പടം കണ്ടിട്ടേ സോന വരും. ഇതെവിടുന്ന്? പെമ്പിള്ളേര് വിചാരിച്ച ഇങ്ങനെ പലതും സാധിക്കും. അല്ല ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ. എനിക്ക് കാണാൻ ഒരെണ്ണം പോരെ? അപ്പൊ ഞാനോ? പുറത്ത് നല്ല വറുത്ത കപ്പലണ്ടി കിട്ടും. അതും കുറച്ചുകൊണ്ട് പടം വിടുന്നവരെ എന്നെ കാത്തു നിൽക്കേ. പ്രകാശും സഞ്ജുവും നിപ്പുണ്ട് അവിടെ. സഞ്ജുവിന്റെ ടിക്കറ്റാ ഞാൻ അടിച്ചു മാറ്റിയത്. പ്രകാശിന്റെ ടിക്കറ്റ് നീയും അടിച്ചു മാറ്റുന്നു. നമ്മൾ ഭേഷ പടം കാണുന്നു. വാ. പ്രകാശിന്റെ ഒലിപ്പീര് സ്ട്രോങ് ആയിട്ട് മുന്നേറുന്നുണ്ട്. അപ്പൊ നമ്മുടെ വക ചെറിയൊരു വലിപ്പീര്. ഓക്കെ ഓക്കേ. പടം തുടങ്ങി തോന്നുന്നു. നമുക്ക് കയറാം പ്രകാശ്. അപ്പൊ എബി പറഞ്ഞ പോലെ ബൈ സഞ്ജു. പ്രകാശ് ആ ടിക്കറ്റ് കാണിച്ചേ. സീറ്റ് നമ്പർ ഉണ്ട്. H14. ഡബിൾ ചെക്ക്. H15. അയ്യോ തൊട്ടടുത്ത സീറ്റ്. ഓക്കേ ദെൻ ബൈ. ഏയ് താങ്ക് യു പ്രകാശ്. സഞ്ജു ടിക്കറ്റിന്റെ പൈസ തൽക്കാലം കാണാം. ഓക്കേ. പോക്കൃത്തരമാണല്ലോ അവള് കാണിച്ചത്. ഒന്ന് ചമ്മേ, എന്നാലും സാരമില്ല. I like her smartness.